നമ്മുടെ കാലഘട്ടത്തിന്റെ അതിശക്തമായ ഒരു നേർചിത്രമാണ് ഈ വിവരണം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളെ തന്നെ വഞ്ചിച്ചുകൊണ്ട് ശരിയായ ദിശയറിയാതെ അലയുകയാണ്. തങ്ങളുടെ കൈപ്പിടിയിലുള്ള വലിയ അവസരങ്ങളെ കാണാതെ മാറ്റങ്ങൾക്കായി തൊട്ടുമുന്നിലുള്ള അറിവുകളെയും വഴികളെയും അവർ തിരിച്ചറിയുന്നില്ല. ഓരോ ചുവടിലും തടസ്സങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വെറുതെ ഊഹങ്ങൾ നടത്തി ജീവിക്കുന്നവരും അറിവുകൾ സമാഹരിച്ച് മുന്നേറുന്നവരും. ഊഹങ്ങൾ മാത്രം നടത്തി ജീവിക്കുന്നവൻ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ഒരിക്കലും ഒന്നും കണ്ടെത്തുകയില്ല. തെളിയിക്കപ്പെടാത്ത പദ്ധതികളുടെയും നടക്കാത്ത സ്വപ്നങ്ങളുടെയും പിന്നാലെയാണ് അവർ പായുന്നത്. തന്റെ തൊട്ടുതാഴെയുള്ള ഉറച്ച മണ്ണും അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങളും അവർ കാണുന്നില്ല. അവർ വെറുതെ കണക്കുകൂട്ടലുകൾ നടത്താൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അത്തരം വെറും ഊഹങ്ങൾ ഒരു ശൂന്യതയാണ്. അത് സമയവും ഊർജവും പ്രതീക്ഷകളും നശിപ്പിക്കുന്നു എന്നല്ലാതെ ഗുണകരമായ ഒന്നും നൽകുന്നില്ല. ഇത് അർത്ഥശൂന്യമായ ഒരു ജീവിതരീതിയാണ്. കടബാധ്യതകളും പശ്ചാത്താപവും നിരാശയും മാത്രമാണ് ഇതിന്റെ ബാക്കിപത്രം. ഒരുപക്ഷേ നടന്നേക്കാം എന്ന ചിന്തകൊണ്ട് ആർക്കും വിജയം വാങ്ങാൻ കഴിയില്ല. എന്നാൽ ഇതിന് നേർവിപരീതമാണ് അറിവുകൾ ശേഖരിച്ചു മുന്നേറുന്ന രീതി. ഇത് സൃഷ്ടിയുടെ ചാലകശക്തിയാണ്. അറിവ്, കഴിവ്, അച്ചടക്കം, തെളിയിക്കപ്പെട്ട ഫലങ്ങൾ എന്നിവ ബോധപൂർവം ആർജിച്ചെടുക്കുന്ന രീതിയാണിത്. പഠിച്ചെടുക്കുന്ന ഓരോ പാഠവും നടപ്പിലാക്കുന്ന ഓരോ തന്ത്രവും മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങളും ഒരു കൊട്ടാരത്തിന്റെ അടിത്തറയിലെ ഓരോ ഇഷ്ടികകൾ പോലെയാണ്. ഇതാണ് വിജയത്തിലേക്കുള്ള ശരിയായ വഴി. വിജയത്തിനായുള്ള ഈ വേദി ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്കായി ഒരുക്കിവച്ചിരിക്കുന്ന അറിവിന്റെ വലിയൊരു ശേഖരമാണിത്. വിവേകമുള്ള ഒരാൾ അവിടെ നിന്ന് അറിവ് സമ്പാദിക്കാൻ തീരുമാനിക്കുന്നു. അവർ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്നു, ഉൾക്കാഴ്ചകൾ തേടുന്നു, ഫലങ്ങൾ നേടിയെടുക്കുന്നു. അവർ വെറും ഊഹങ്ങളെ പ്രായോഗികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറ്റിയെഴുതുന്നു. അതേസമയം ഊഹങ്ങൾ മാത്രം നടത്തുന്നവൻ ദൂരെ മാറിനിന്ന് സംശയിച്ചുകൊണ്ടിരിക്കും. അവർ വഴികാട്ടികളെ ചോദ്യം ചെയ്യും, ഉപകരണങ്ങളെ സംശയിക്കും, ഇതിലും നല്ലത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് സമയം കളയും. ഒടുവിൽ അവർ സ്വയം തീർത്ത ശൂന്യമായ വഴികളിൽ ചെന്ന് അവസാനിക്കുന്നു. ഇവിടെ ആരാണ് വിജയിക്കുന്നത്? ഉത്തരം വ്യക്തമാണ്: അറിവും കഴിവും നേടിയെടുക്കുന്നവൻ തന്നെ. ഊഹങ്ങൾ നടത്തുന്നവന്റെ പക്കൽ ഒടുവിൽ വെറും ന്യായീകരണങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ നേട്ടങ്ങൾ കൊയ്യുന്നവൻ തലമുറകൾക്ക് കൈമാറാൻ കഴിയുന്ന വലിയൊരു വിജയഗാഥ തന്നെ കെട്ടിപ്പടുക്കുന്നു. ശരിയായ മൂല്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഈ ലോകത്ത് വിജയി എപ്പോഴും തന്റെ നിലപാടുകളിൽ ഉറച്ചുനിൽക്കുന്നു. ഭാഗ്യപരീക്ഷണത്തിന് മുതിരാതെ അവൻ സ്വന്തം ഭാവി കെട്ടിപ്പടുക്കുന്നു. ചിന്തകളെ യാഥാർത്ഥ്യമാക്കുന്ന അറിവുകൾ അവൻ സ്വായത്തമാക്കുന്നു. അതുകൊണ്ട് ഇത് വെറുമൊരു തന്ത്രത്തിന്റെ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. സ്വന്തം ഭാഗധേയം നിശ്ചയിക്കുന്ന ശില്പിയാകണോ അതോ വെറും നിഴലായി അദൃശ്യനാകണോ എന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.